വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരോടുള്ള അവഗണനയിൽ പ്രതിഷേധവുമായി ഇടത് തൊഴിലാളി സംഘടന. ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് CITU നേതൃത്വത്തിലുള്ള സംഘടന. ഇതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാരും വനം വകുപ്പും. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് ഇടതു തൊഴിലാളി സംഘടനയായ CITU തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വനം വകുപ്പിലെ ദിവസവേതനക്കാരെ ശമ്പളം നൽകാതെ വഞ്ചിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയൻ. വാച്ചർമാർ, ഗൈഡുമാർ, സ്നേക്ക് റെസ്ക്യൂവർമാർ എന്നിവർക്ക് 7 മാസമായി ശമ്പളം ലഭിച്ചിട്ട് അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് CITU തന്നെ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. 30 ദിവസം ജോലി ചെയ്താലും 16-17 ദിവസങ്ങളിലെ ശമ്പളമാണ് അനുവദിച്ചിട്ടുള്ളത്. അതും ലഭിക്കാത്ത അവസ്ഥയിലാണിപ്പോൾ. തൊഴിലാളികളെ രാപ്പകലില്ലാണ്ട് തൊഴിലെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട വേതനം കൃത്യമായ സമയത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല തൊഴിലാളികൾക്കും ആനയെ ഓടിക്കാൻ പടക്കെറിഞ്ഞിട്ടുള്ള രീതിയിലുള്ള അപകടങ്ങൾ പറ്റിയിട്ട് കൈപ്പടം നഷ്ടപ്പെട്ടവർ, പിന്നെ ഈ ആനയുടെ കാര്യത്തിന് വേണ്ടി പോയിട്ട് ജീവൻ നഷ്ടപ്പെട്ടവർ എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇത്രയും കഠിനമായി ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ അർഹതപ്പെട്ട വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെയെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ശമ്പളം കൃത്യമായ ഒരു ഡേയ്സിന് എത്തുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് തന്നെ ഇപ്പം 3 മാസം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞ വാച്ചർമാരുണ്ട്, 6 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ലഭിക്കാത്ത വാച്ചർമാരുണ്ട്, 7 മാസമായിട്ടും ശമ്പളം ലഭിക്കാത്ത വാച്ചർമാരുണ്ട്. സെപ്റ്റംബർ 4-നകം വേതനവും ഉത്സവ ഭത്തയും നൽകണമെന്നാവശ്യപ്പെട്ട് സംഘടന വനം വകുപ്പിന് ഇതിനകം കത്ത് നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ 5-ാം തീയതി മുതൽ വനം വകുപ്പ് ആസ്ഥാനത്ത് പ്രതിഷേധ സമരം നടത്താനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. സർക്കാരും വനം വകുപ്പും അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരം ശക്തമാക്കാനാണ് CITU-വിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്.